അയക്കില്ല വർഷേ. ചെയ്യും സാർ, ചെയ്യും. ഹലോ, ഇനി ഇതിനകത്തും വേണോ നിന്റെയൊക്കെ? ഇതിനൊരു അവസാനമില്ലേ കെവിൻ? വർഷേ, നിന്നോട് കൂടിയാ ചോദിച്ചേ. ആ, എന്തെങ്കിലും ചോദിച്ചോ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നാ മതിയല്ലോ. അങ്കിൾ ഞാനല്ല. അങ്കിൾ ഞാനും അല്ല. മതി മതി, നിന്റെയൊക്കെ തന്തമാരെ ഞാനൊന്ന് കാണട്ടെ. നിന്റെയൊക്കെ കോളേജിലെ വിശേഷം അവരും അറിയട്ടെ. അങ്കിളെ ചതിക്കരുത്. ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന കോളേജിലാണെങ്കിൽ എന്റെ ഒരു കണ്ണുണ്ടാവുമല്ലോ എന്ന് ഓർത്താ നിന്റെയൊക്കെ തന്തമാർ നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തെ. ഇപ്പൊ നിന്നെയൊക്കെ നോക്കി നോക്കി എന്റെ കണ്ണടിച്ച് പോവാറായി. മതിയായി കുട്ടികളെ. ഇനി ഇങ്ങനെ നീയൊക്കെ തല്ലുകൂടി നടന്നാൽ ശരിയാവില്ല. നിന്നെയൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫ്യൂഷൻ ഫെസ്റ്റ് ഡേ വരുമല്ലേ, അതിന്റെ മെയിൻ കോർഡിനേറ്റേഴ്സ് ആയി ഞാൻ നിങ്ങളെ അങ്ങ് രണ്ടുപേരും നിയമിക്കുക. കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് നോക്കി നടത്തണം. സാർ, അത് നടക്കില്ല. ഇവളെ കൂടി വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ നിന്നെ കൂടി ആർക്ക് വർക്ക് ചെയ്യണോടാ? പോടാ. വർഷ, വീണ്ടും തുടങ്ങല്ലേ. പറഞ്ഞത് തന്നെ. നോ മോർ എക്സ്ക്യൂസസ്. സാർ, ഞാൻ പെർഫോമൻസിനുണ്ട്. ഇതിനൊക്കെ കൊണ്ടുവച്ചാ എനിക്ക് പ്രാക്ടീസിന് സമയം കിട്ടില്ല. സോ ഇവളുടെ തലയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് എന്നെ ഒഴിവാക്കണം. നോ, ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. എന്റെ കോപ്പിലെ ഡാൻസ് ആർക്ക് വേണോടി? എല്ലാവരും ഈ കെവിന്റെ വോയിസിന് വേണ്ടി കാത്തിരിക്കുക. ഒന്ന് പോടാ, അവന്റെ ഒരു വോയിസ് കണ്ട. കണ്ണാപ്പിയുടെ വോയിസിനൊക്കെ ഇവിടെ ആരാധകരും. എന്റെ ക്ഷമയെ പരീക്ഷിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ഇതാ നീ പോകണേ. എന്തായടാ? ആ പറയാം. ഇവിടെ ചിലര് പെർഫോം ചെയ്യാൻ നടക്കുന്നു. മോളെന്താ കളിക്കാൻ പോകുന്നേ? ഡിങ്കിരി 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 പട്ടാളം അതാണോ? ഇല്ലടാ, റൈഡർ കണ്ണാപ്പി. ആ റൈഡർ കണ്ണാപ്പി. അതാ എന്തേ ബോഡി, നിന്റെ കൂത്ത് ആർക്ക് കാണണം? ഒന്ന് പോടാ, നിന്റെ പേക്കൂത്ത് ആർക്ക് കാണാം? ഒരു വർഷം ഇങ്ങോട്ട് വാ. ഫ്രഷേഴ്സ് പിള്ളേരൊക്കെ നോക്കുന്നു. ആ സ്ഥലം വിട്ടോ, അതാ നിനക്ക് നല്ലത്. വെറുതെ ഈ കെവിന്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. ആ, ഇനി പറ, എന്താ പ്രിൻസിപ്പൽ റൂമിൽ നടന്നേ? അങ്ങേര് വെറുതെ എന്നെ ആ പിശാശിനെയും പിടിച്ച് ഫസ്റ്റ് ഡേയുടെ കോർഡിനേറ്റേഴ്സ് ആക്കിയിരിക്കുന്നു. ചേടാ, അത് പൊളിച്ചല്ലോ. അപ്പോ നിങ്ങൾ ഇനി അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അർത്ഥം. അതാടാ, എനിക്കാണെ അവളുടെ ഫേസ് കണ്ട കലി കയറും. ബട്ട് ഫസ്റ്റ് ഡേ അത് കുളമാകാൻ പാടില്ല കെവിനെ. നീ അടക്കം പെർഫോം ചെയ്യുന്നതാ. പിന്നെ ഫ്രഷേഴ്സിന്റെ മുമ്പിൽ നമ്മൾ സീനിയേഴ്സിന്റെ അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ബട്ട് ആ കഴുത ഇടന ഞാൻ ഉടയും. ദാറ്റ്സ് ഓൾ. ഇടയ്ക്ക് വിനെ വർഷ ചേച്ചിയുമായി അടുത്ത ഇടപഴകി കഴിയുമ്പോ നിങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറും. നിങ്ങൾ ഓക്കെ ആയ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ രണ്ട് ഫാമിലിയിൽ ഒന്നാവും. നമ്മുടെ ഫാമിലി ഒന്നായിട്ട് എന്തിനാ? നിനക്ക് അവളെ കെട്ടണോ? നീ കുറെ ആയി മിണ്ടാതിരുന്നു. വെറുതെ ഷൂസിന് അടികൊള്ളരുത്. കെവിൻ, നീ പ്രിൻസിപ്പൽ പറഞ്ഞത് നന്നായിട്ടൊന്ന് ആലോചിക്കേ. നാശം, ആ കോന്തന്റെ മോന്ത ഇനി കൂടി കൂടി കാണണമല്ലോ. വെറുതെ ആ പാവത്തിനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയാണ് വർഷി നിനക്ക് കിട്ടിയത്. അനുഭവിക്കേ. എഴുന്നേറ്റ് പൊക്കോളണം. എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? അഹങ്കാരൻ. അഹങ്കാരൻ എന്നൊരു വാക്ക് മലയാളം ഡിക്ഷണറിയിൽ ഇല്ല. ഓ, എന്നാ ഇന്ന് മുതൽ ഉണ്ടായി. അല്ല പിന്നെ. ഓ, ആ തെണ്ടിനെ കാണുമ്പോ എനിക്ക് അവന്റെ മോന്ത മതിലിട്ട് ഉറക്കം തോന്നും. ഓ, എന്റെ കൈ കിട്ടിയ. കെവിൻ ചേട്ടാ, ഞാൻ സെക്രട്ടറിയാ. അയിന് അതെ, ഫെസ്റ്റ് ഡേയുടെ കളർ തീം നോക്കാൻ പ്രിൻസിപ്പൾ പറഞ്ഞു. എടാ, എനിക്കിനി മനസമാധാനത്തോടെ ഒന്നും ഇരിക്കാൻ പറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? ചേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? പ്രിൻസിപ്പലിന്റെ ഓർഡറാ. എടാ മഹാഭാവി, എന്റെ കെവിന്റെ തലയിൽ ഈ കോളേജിന്റെ ഭാരം മുഴുവൻ കയറ്റിയല്ലോടാ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. വർഷ ചേച്ചിയുടെ ശാപമാ. ഓ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അപ്പുറത്തെ വീട്ടിൽ കൂറുള്ള ഈ അളിഞ്ഞ അനിയനെ? എന്ത് പറയാൻ, എന്റെ അനിയൻ ഒരു ചാരനായിപ്പോയി.
ഡാ മരപ്പൊട്ടാ, നിന്റെ വർഷ ചേച്ചിയുടെ ശാപമാണേ. ആ ശാപത്തിൽ നിന്റെ വർഷ ചേച്ചി എങ്ങനെ വന്ന് പെട്ടടാ? അതൊന്നും എനിക്കറിയില്ല. പോയി വാങ്ങാനുള്ളതെല്ലാം മേടിച്ചോ. പഞ്ഞി വേണോ ചെവിയിൽ വെക്കാൻ? മിണ്ടാണ്ടിരുന്നോ? കോളേജാണെന്ന് ഞാൻ ഓർക്കില്ല. കേട്ടല്ലോ, മിണ്ടാതെ ഇരിയടാ. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അവനെ അരച്ച് കലക്കി കാഷായമാക്കി കുടിക്കും ഞാൻ. ഈ പെണ്ണ് വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ സോന? പിന്നെ വീട്ടില് ബാധ കയറിയ പോലെയാ. അവിടെ എപ്പോഴും കെവിൻ ചേട്ടന്റെ മുഖം കാണുമല്ലേ? ഓ വാട്ട് എ പിറ്റി. ഓ ഗോഡ്, കെവിൻ എന്താ നമ്മുടെ ക്ലാസ്സിൽ? ഏതോ പെണ്ണിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓ ഗോഡ്, ആരാണ് ഭാഗ്യവതി? ഇതെന്താ പെട്ടെന്നൊരു മാറ്റം? ഈ തിണ്ടിയത് ഇവിടെ? നീ പോയി വിളിക്ക് കെവിൻ ചേട്ടൻ. ഞാൻ പോയി വിളിക്കടാ. വർഷേച്ചി, അത് പ്രിൻസിപ്പൽ ഫെസ്റ്റാഡയുടെ കളർ തീം കൺഫേം ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല വരാൻ. ചേച്ചി അങ്ങനെ പറയരുത്. നിന്നോടല്ലേ പറഞ്ഞത് വരില്ലെന്ന്? ഓ, ഇവളെന്റെ കൈ വാങ്ങും. കൊച്ചമ്മ മര്യാദക്ക് എഴുന്നേൽക്കുന്നോ അതോ ഞാൻ എടുത്തോട്ട് പോണോ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ. ഈ വർഷം ആരാന്ന് അപ്പൊ നീ അറിയും. ട്രൈ ചെയ്യാനൊന്നുമില്ല. ബട്ട് ഈ കെവിൻ എടുത്താ പിന്നെ തിരിച്ചു വെക്കണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കണം. നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ? കെവിൻ ചേട്ടാ, ചുമ്മാ പ്രശ്നം വഷളാക്കാതെ. വർഷ ചേച്ചി, വാ ചേച്ചി, നമ്മുടെ ഫെസ്റ്റാഡേക്ക് വേണ്ടിയല്ലേ? ആ ഫെസ്റ്റാഡേ ആയതുകൊണ്ട് വരാം. അല്ലാതെ ഈ തെണ്ടി വിളിച്ചാ എന്റെ പട്ടി വരും. ഈ വർഷയെ സമ്മതിക്കണം. എങ്ങനെ ഇങ്ങനെയൊക്കെ കെവിനോട് സംസാരിക്കാൻ പറ്റുന്നു? വേറെ വല്ല ഗേൾസ് ആയിരുന്നേ ഇപ്പൊ പെറുക്കി എടുക്കായിരുന്നു. കെവിൻ വർഷയോട് മാത്രം അങ്ങനെ പെരുമാറാറില്ല. ഇനി കെവിന് വർഷയോട് വല്ല ഫീലിങ്സോ മറ്റോ? നോ വേ. കെവിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ പറ്റി കഴിഞ്ഞ ഫെസ്റ്റേക്ക് അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നാടൻ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് മുടിയൊക്കെ പിന്നിയിട്ട ഒരു കിൽക്കാൻ പെട്ടി പോലുള്ള അടക്കവും ഒതുക്കവും ഉള്ള ഒരു കുട്ടി. വർഷം അങ്ങനാണോ? അതിനൊരു ചാൻസും ഇല്ല. അതല്ല രസം. അന്ന് തൊട്ട് മിക്ക ഗേൾസും നാടൻ ഡ്രസ്സിൽ വരാൻ തുടങ്ങി. എന്നിട്ട് വീണു എവിടെ? അപ്പോ നമുക്കൊരു കളർ തീം വേണം. ഏത് കളറാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നേ? യെല്ലോ. ഗ്രീൻ. യെല്ലോ. ഗ്രീൻ. അതെന്താടാ യെല്ലോ നിന്നെ പിടിച്ച് കടിച്ച? നോ, ഇവിടെ ഒരു സ്റ്റേജ് പൊങ്ങുന്നുണ്ടേ, അത് ഗ്രീൻ തീമിൽ മതി. നീ ആരാന്നാണ് നിന്റെ വിചാരം? നീ ആരാന്നാടി നിന്റെ വിചാരം? വർഷ ചേച്ചി ഒന്ന് സമ്മതിക്കൂ. നോ, ഞാൻ സമ്മതിക്കില്ല. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഇവൻ ഈ സ്റ്റേജിൽ ഗ്രീൻ കളർ ഇടാൻ പറ്റും. എനിക്ക് സമ്മതം. എന്താ? നിന്റെ നെഞ്ചത്ത് ചവിട്ടാൻ. യു വെരി തെണ്ടി. ഓ സോറി സോറി സോറി, നെഞ്ചത്ത് ചവിട്ടാനല്ല, വേറെ. ഇനി ഒരക്ഷരം വേണ്ടിയ നിന്റെ മോന്തനാണ് ഫ്ലോറിലിട്ട് വെക്കും. സി മിസ്റ്റർ പ്രസിഡന്റ്. പ്രസിഡന്റ് അല്ല, സെക്രട്ടറി. അതെന്ത് കുന്തെങ്കിലും ആവട്ടെ, ഇതുപോലെയുള്ള നരമ്പന്മാരെയാണോ ഫെസ്റ്റാഡയുടെ കോർഡിനേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്? ആരടി നരമ്പൻ? നിന്റെ അപ്പനടി നരമ്പൻ. നിന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യണം? എനിക്ക് പ്രിൻസിപ്പലിന് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാ. ഓഹോ, അപ്പൊ നീയും ഇവനെ പോലെ നരമ്പനാ അല്ലേ? നീ എന്തിനാ ഇവന്റെ സൈഡ് പിടിക്കുന്നേ? ചേച്ചി, ഇല്ല വചനം പറയരുത്. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയുന്നേ? അവൻ പാവം, ബട്ട് ഞാൻ അങ്ങനെയല്ല. എനിക്ക് കുറച്ച് കൂടുതൽ. എന്ത് കൂടുതലാണ്? എല്ലായിരിക്കും, രണ്ടല്ല കൂടുതലാ. അത് പറഞ്ഞത് കറക്റ്റ്. അല്ലടി മോളെ, എന്താ കൂടുതലെന്ന് ഞാനൊരു കെട്ട് കെട്ടി കഴിയുമ്പോ എന്റെ പെണ്ണിനോട് ചോദിച്ചാൽ മതി. അവള് നല്ല വെടിപ്പായിട്ട് പറഞ്ഞു തരും. ഈ വൃത്തിയായിട്ടവന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. പോവല്ലടി മോളെ. വർഷേച്ചി ഇതിൽ നിന്ന് പിന്മാറിയ ഗ്രേസ് മാർക്സ് ഒക്കെ പിൻവലിക്കുമെന്ന ഓർഡർ. പച്ചയെങ്കിൽ പച്ച, ബട്ട് ബലൂൺ ബ്ലൂ വേണം. അതെന്ത് കുന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ, സെറ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോളാം. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി സംയമനം പാലിക്കണം. അത് ഈ തെണ്ടിയോട് പറഞ്ഞു കൊടുക്ക്. ഓടി താവളെ.
വിനി ഫുഡ് കഴിക്കേ, മതി നോക്കിയത്. ഇതൊക്കെ കാണുമ്പോ ഇവന് വർഷയോട് ഫീലിങ്സ് ഉള്ള പോലെ. വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല കോളേജ്, മനസ്സിലായോ? പിന്നെ നീ എന്തിനാ ഫുഡ് കഴിക്കാതെ അവളെ നോക്കിയിരിക്കുന്നേ? അവൾ എന്നെ നോക്കി കണ്ടുപിടിക്കുന്നത് നീ കണ്ടില്ലടാ. ഈ കോളേജ് എന്നെ ആകെ പേടിയില്ലാത്തൊരുത്തി അവള് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഓ, വരുന്നുണ്ടല്ലോ നിന്റെ പ്രിയതമ. ഷീറ്റ്, പെട്ടല്ലോ പുണ്യാളാ. ഈ ശാപത്തിനെ കൊല്ലാൻ വല്ല കൊട്ടേഷൻ കൊടുത്താലോ? അത്രക്ക് വേണോടാ, നിന്നോട് സ്നേഹം കൂടിയിട്ടല്ലേ. ഹേ ഡാർലിംഗ്, ഇനി മിസ് ചെയ്തോ? ഹിമി, നിന്നോട് ഞാൻ സംസാരിക്കുന്നേ. എന്താ പറഞ്ഞേ? അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. തുടങ്ങുമായിരുന്നു? എന്നാ തുടങ്ങണ്ട. പിന്നെ ഇന്ന് എന്താ പ്ലാൻ? ക്ലാസ് കട്ട് ചെയ്ത് നമുക്കൊരു മൂവിക്ക് പോയാലോ? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. പ്ലീസ് ഡാർലിംഗ്. ബോഡിന്ന് കൈ എടുക്കടി. സോറി. അവൻ കോയി ആ രാക്ഷസിയുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുക. അവന് അങ്ങനെ തന്നെ വേണം. ദൈവമായിട്ട് കൊടുക്കുക അവന് ഈ വർഷയെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ. എടി വർഷേ, നീ ഒന്ന് വെറുതെ ഇരി. വർഷേ, കിരിഞ്ചേട്ടൻ കണ്ട് നീ ചിരിച്ചത്. എന്റെ ദൈവമേ, ഇനി ഈ ക്യാൻറ്റീൻ ഒരു യുദ്ധക്കളാവും. എന്റെ പൊന്നി, ഇതേ വരണു, ഞാൻ പോണു. കൊച്ചമ്മ എന്താണാവോ വിഴുങ്ങുന്നേ? നിന്റെ ഉണക്കത്തല വെട്ടിപ്പൊളിങ്ങിയത് വേണോ ടേസ്റ്റ് ചെയ്യാൻ? പിള്ളാരെ, എല്ലാരും ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഈ ക്യാൻറ്റീനിൽ ഇരുന്ന് സാൻഡ്വിച്ച് വിഴുങ്ങുന്ന നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായ വർഷ ഫിലിപ്പോസ് ഇന്ന് രാവിലെ കഴിച്ചിട്ട് വന്നത് എന്താണെന്നറിയോ? ഉണക്കമീനും ചോറും. അരെ വാ, എന്നാ നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ. ഗേൾസിന്റെ പ്രേമവാചനം സൂപ്പർ സീനിയർ കോവിൻ ഇന്ന് ഞണ്ണിയിട്ട് വന്നത് എന്താണെന്നറിയോ? പഴം തന്നെ ഇന്നലത്തെ വളിച്ച മീൻകറി. അലവലാതി, നീ അധികം കിടന്ന് ഷോ ഇറക്കാതെടാ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റു പെൺപിള്ളേരുടെ അടുത്തെടുക്കുന്ന നമ്പറും കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. നീ ചീഞ്ഞ് നാറും. കെവിനെ മതി, ഇനി അധികം ടോക്കിയ നിന്റെ പല സീക്രട്ടും ഇവിടെ പരസ്യമാകും. ഇത്തവണ അവൾ ജയിച്ചേക്കട്ടേടാ. അങ്ങനെ അവള് ജയിക്കാൻ സമ്മതിക്കില്ല. എന്താടി പട്ടി? പേടിച്ചോ? ജാക്കറ്റ് എത്ര രൂപയുടെയാണെന്ന് അറിയോ? നീ ഇത് ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയതല്ലേടാ. എന്തോ ചെയ്യും, അതുങ്ങള് തല്ലി തീർക്കട്ടേടാ. എനിക്കൊന്നും വയ്യ. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളോ? എന്നിട്ടിപ്പോ നീ പോടാ വെള്ളരിപ്രാവേ. ചേച്ചി, എന്റെ ചേച്ചി, അവൾ വന്നോളൂ. നമ്മൾ ഇതിനിടെ കയറിയാ ശരിയാവില്ല. നിന്നോ, അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഓടെ മരവാഴ. സൗകര്യമില്ല. മര്യാദക്ക് വിട്ടോ. നീ ഒന്ന് പഠിപ്പിക്ക മര്യാദ, ഞാനൊന്ന് കാണട്ടെ.
വർഷയോട് കളിച്ച ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? ശവ മനുഷ്യൻ കൈ 32 പല്ലിന്റെ പാടുണ്ട്, കാണിച്ചു തരാടി. ഇതെന്നാടാ, അവൾ നിന്നെ പിടിച്ച് കടിച്ച സീൻ മാൻ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, എന്റെ കൈ മുതല വേദനിച്ചിട്ട് വയ്യ. എന്നാലും മാസിലൊക്കെ പോയിട്ട് ആസായിട്ട് വന്നല്ലോടാ കെവിനെ. നീ കടി കൊള്ളാൻ കിടക്കുന്നുള്ളടാ. പിന്നെ അവൾ വരട്ടെ കടിക്കാൻ. അവളുടെ 32 പല്ലും അടിച്ചു താഴെയിടിന്. അവൾ നിന്നെ കയറി കടിക്കാൻ മാത്രം എന്തുണ്ടായടാ, നീ അവളെ കയറി പിടിച്ച. ഡാടാ, നീയൊക്കെ നിർത്തിക്കോ. ദോ വരുന്നു. ആഹാ, അവളുടെ മുഖത്തുണ്ട് വിജയി പാവം. നീ തീർന്നട കെവിനെ. അതെ, ഇവിടെ ആരുടെയും കയ്യിൽ മുറിവിനുള്ള ഓയിൽമെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ചില പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾക്ക് ആവശ്യം വരും. അതിന് ആ മരുന്നൊന്നും പറ്റില്ല മോളെ, കൂടിയത് വേണം. ബിക്കോസ് കടിച്ചതൊരു ചൊറിത്തോളയാ, ചൊറിത്തോള. പട്ടി എന്നെ ചെറുത്തോടെന്ന് വിളിച്ചാലുണ്ടല്ലോ. വർഷേ, വീട് വർഷേ, കെവിൻ തമാശക്ക് പറയുന്നതല്ലേ. ഇതാണോ തമാശ? ഒന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ഫ്രണ്ടിനോട് നന്നാവാൻ. ചെക്ക കേട്ടല്ലോ, മര്യാദ എങ്കിൽ മര്യാദ. ഓടി ചൊറിത്തോളെ.